വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റ്. എൻ്റെ പേര് സിനിയ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം. ആമുഖം എന്ന് പറയുമ്പോൾ ഈ ഒരു പേജ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ? കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ ആമുഖത്തിൻ്റെ പ്രത്യേകത? അതാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ആമുഖത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ. ഈ ഒരു പോയിന്റാണ് എപ്പോഴും നോട്ട് ചെയ്യേണ്ടത്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി രൂപീകരിക്കാനും അതിലെ എല്ലാ പൗരന്മാരെയും സുരക്ഷിതമാക്കാനും ദൃഢനിശ്ചയം ചെയ്തു. ഇത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ പറയുന്ന ഒരു സെന്റൻസ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഇത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ. ഇത് ചോദിക്കാറുണ്ട്, നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാണ് ഈ ഒരു ആമുഖം തുടങ്ങുന്നത്. ഇനി ഈ ആമുഖത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ആമുഖം ആരാണ് തയ്യാറാക്കിയത്? നമുക്കറിയാം അല്ലെ, ജവഹർലാൽ നെഹ്റു ആണ് ഈ ആമുഖം തയ്യാറാക്കിയത്. ഈ ആമുഖം എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തത്? അമേരിക്കൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നാണ് ഇത് നമ്മൾ കടമെടുത്തത്. ഇത് രണ്ട് പോയിന്റ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, എങ്കിലും ഞാനത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇന്ത്യയിലെ ആമുഖം, ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അമേരിക്കൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നാണ് ഇത് കടമെടുത്തിരിക്കുന്നത്. അതിലെ മാതൃകപ്പെടുത്തിക്കൊണ്ടാണ്, അത് മാതൃകയാക്കിയിട്ടാണ് ഇത് ചെയ്തത്. ആമുഖത്തിലെ സോഷ്യലിസം, മതേതരത്വം എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തിയത് 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഈ ഒരു പോയിന്റ് പറയാനായിട്ടുള്ള കാരണം, നമ്മുടെ ആമുഖം ഒരു പ്രാവശ്യം ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. അത് എപ്പോഴായിരുന്നു? 1976 അത് ചേഞ്ച് ചെയ്തത്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണിത് മാറ്റം വരുത്തിയത്. എന്താണ് അതിൽ ചേർത്തത്? സോഷ്യലിസം, മതേതരത്വം തുടങ്ങിയ ആശയങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ടാണ് അത് മാറ്റത്തിൽ വന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ചോദിക്കാറുണ്ട്, ആമുഖം എത്ര തവണ മാറ്റം വരുത്തി? ഒരു തവണ മാറ്റം വരുത്തിയിട്ടുള്ളൂ. ഇന്ദിരാ ഗവൺമെന്റിന്റെ സമയത്താണ് അവിടെ ഈ സോഷ്യലിസം, മതേതരത്വം തുടങ്ങിയ ആശയങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റം വരുത്തിയത്. ഏത് വർഷമാണ്? 1976. 1976 42ാമത്തെ, ഇത് നോട്ട് ചെയ്യണം, 42ാമത്തെ ഭേദഗതി പ്രകാരമാണത് മാറ്റം വരുത്തിയത്. ഈ 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയെ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പേരുകളിൽ അറിയപ്പെടാറുണ്ട്. അതെന്തൊക്കെയാണ്? ചെറു ഭരണഘടന, അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ചെറു ഭരണഘടന, അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാറുണ്ട്. അത് ഏത് ഭരണഘടനയാണ്? ഭരണഘടന 42ാം ഭേദഗതിയെയാണ് ഈ ഒരു പേരിൽ വിളിക്കുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്നൊക്കെ പറയുന്നത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. കാരണം എന്താണ്? ഇതാണ് നമ്മുടെ ആമുഖത്തെ ഒരു പ്രാവശ്യം ചേഞ്ച് ചെയ്യിച്ചത്. അതായത് ഈ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മുടെ ആമുഖം ഒരു പ്രാവശ്യം ചേഞ്ച് ചെയ്യുന്നത്. ഏത് വർഷമാണ്? 1976. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നോട്ട് ചെയ്ത് പഠിക്കുക, ഇപ്പൊ തന്നെ പഠിക്കുക. നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ജീവൻ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത് എന്തിനെയാണ്? ഈ ആമുഖത്തെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഇതില് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെല്ലാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ വളരെ വേണ്ടപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ആ ഭരണഘടനയുടെ വേണ്ടപ്പെട്ട ലക്ഷ്യങ്ങളെല്ലാം ഈ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ഭരണഘടനയുടെ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് എന്നൊക്കെ വിളിക്കുന്നത്. ഇനി ഈ ആമുഖത്തിലെ ഒരു വർഷം പറയുന്നുണ്ട്. 1949 നവംബർ 26. ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള വർഷം ഏതാണ്, തീയതി ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അതേതാണ്? 1949 നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള തീയതി. അത് നമുക്കിതിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഇത് നോക്കിയേ, കണ്ടോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തില് ഇത് പറയുന്നുണ്ട്. ഇതിൽ നോക്കിയാൽ നമുക്ക് ആ ഒരു ഡേറ്റ് കാണാനായിട്ട് സാധിക്കും. 1949 എന്നിവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന തീയതി ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ് ആ തീയതി?
1949 നവംബർ 26. നവംബർ 26 എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ആ തീയതിക്ക് ഞാൻ ഇമ്പോർട്ടൻസ് പറഞ്ഞത്. വർഷവും കൂടെ നോട്ട് ചെയ്യുക, 1949. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഈ ഒരു ആമുഖത്തെ പെട്ടെന്ന് ഇതൊരു ആമുഖമായിട്ട് നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞല്ല അദ്ദേഹം ഇത് കൊണ്ടുവരുന്നത്. ഇതൊരു പ്രമേയം പോലെ, ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു പ്രമേയം പോലെയാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചത്. ആരാണ് അത് അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിച്ചത്. എപ്പോഴാണ് അവതരിപ്പിച്ചത്? അതും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിൽ കൂടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. 1946 ഡിസംബർ 13 അദ്ദേഹം ഈ ഒരു പ്രമേയം കൊണ്ടുവരുന്നത്. പിന്നീടാണ് നമ്മളത് ആമുഖമാക്കി മാറ്റുന്നത്. ഇനി ഈ ആമുഖത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ ആമുഖം എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ആമുഖം എന്ന് പറഞ്ഞാൽ. എന്നാല് ബേരുബായ് കേസ് 1960 നടന്ന ബേരുബായിയുടെ ഒരു കേസില് ഇത് ഈ ഒരു സുപ്രീം കോടതി പറയുന്നുണ്ട്, ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കാറുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല ആമുഖം എന്ന് പറഞ്ഞ കേസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞത് ഏത് കേസിലാണെന്ന് ചോദിക്കാറുണ്ട്. ബേരുബായ് കേസാണ്. 1960 ആ സംഭവം നടക്കുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞ ഒരു കേസുണ്ട്. അത് ഏത് കേസാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. അത് കേരളവും കേശവാനന്ദ ഭാരതിയും തമ്മിലുണ്ടായിരുന്ന ഒരു കേസാണ്. 1973 ആ ഒരു കേസ് വരുന്നത്. ഈ കേസിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അനുച്ഛേദകം 368 പ്രകാരം അതിൽ ഭേദഗതിയൊക്കെ വരുത്താം എന്ന് പറഞ്ഞത് ഏതാണ്? ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ്. 1973 ആ കേസ് നടക്കുന്നത്. അദ്ദേഹവും കേരളവും തമ്മിലായിരുന്നു ആ ഒരു കേസ് ഉണ്ടായിരുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, 1995 LIC ഓഫ് ഇന്ത്യ കേസ് ഉണ്ടായിരുന്നു. അതായത് LIC ഓഫ് ഇന്ത്യയുമായിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. അത് എപ്പോഴായിരുന്നു? 1995. ഈ കേസിലും എന്ത് പറഞ്ഞിരുന്നു? ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോ കേശവ ഭാരതി കേസിലും LIC ഓഫ് ഇന്ത്യ കേസിലും ഇത് അവിഭാജ്യ ഘടകമാണ്. ആമുഖം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞുവെങ്കിൽ ബേരുബായ് കേസിൽ എന്താ പറഞ്ഞത്? അവിഭാജ്യ ഘടകമല്ല എന്ന് പറയുന്നുണ്ട്. അത് ഏത് വർഷമായിരുന്നു? 1960. ഈ പോയിന്റ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ പഠിക്കേണ്ട പോയിന്റ്സുകളാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ ഭരണഘടനയിലെ ആമുഖം ഒരു പ്രാവശ്യം മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അത് എപ്പോഴായിരുന്നു? 1976. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്തായിരുന്നു ഇത് നടന്നത്. ഇനി അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് ആമുഖത്തെയാണ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയൽ കാർഡ് ഉണ്ട് അല്ലെ? നമ്മൾ ആരാണെന്ന് നമുക്ക് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു ഐഡന്റിറ്റിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് ആമുഖമാണ്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഈ ആമുഖത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പല വ്യക്തികളും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്, പല വിശേഷണങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ വിശേഷണങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഭരണഘടനയുടെ ആത്മാവാണ് എന്ന് പറഞ്ഞത് നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു പറഞ്ഞാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖം. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ, അതായത് ഇന്ത്യയുടെ തന്നെ ഒരു രാഷ്ട്രീയ ജാതകമാണെന്ന് പറഞ്ഞത് ആരാണ്? അത് KM മുൻഷിയാണ്. KM മുൻഷിയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത്, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ആമുഖം എന്ന് പറഞ്ഞത് ആരാണ്? താക്കൂർ ദാസ് ഭാർഗവ്. ഇത് എല്ലാം കുറച്ച് ആളുകളുടെ പേരും അവർ പറഞ്ഞ വിശേഷണങ്ങളാണ്. നമുക്കത് കേൾക്കുമ്പോൾ ആദ്യം ഒരു കൺഫ്യൂഷൻ വരുമെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നോട്ട് ചെയ്യുക. ആത്മാവ് എന്ന് പറഞ്ഞത് നെഹ്റു ആണ്, ജാതകം കൊണ്ടുവന്നത് KM മുൻഷിയാണ്. അങ്ങനെയൊക്കെ ഒന്ന് നമ്മളൊരു ചെറിയ ചെറിയ ട്രിക്കൊക്കെ ഉപയോഗിക്കാം. ആത്മാവ് എന്ന് പറഞ്ഞത് നെഹ്റു, ജാതകം, രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് KM മുൻഷി, ഹൃദയവും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ അത് താക്കൂർ ദാസ്. അതായത് ആത്മാവെന്ന് നെഹ്റു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു ഹൃദയവും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്താൽ അതാരാണ്? താക്കൂർ ദാസ് ഭാർഗവ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ ആ 3 പോയിന്റ് നമുക്ക് അങ്ങനെ നോക്കാം. ഇനി ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആമുഖം എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് എങ്കിൽ ആ ഒരു പേര് അങ്ങനെയാണെന്ന് പറഞ്ഞത് ആരാണ്? അത് NA പാൽ
പൽക്കിവാലയാണ്. അതായത് NA പൽക്കിവാല പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം. ഓക്കെ, അപ്പോ അങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് പോവാ. NA പൽക്കിവാല അദ്ദേഹമാണ് പറയുന്നത് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്നത്. ഇനി ഇത് താക്കോലാണ്, ഭരണഘടനയിലേക്ക് നമുക്ക് ചെല്ലാനുള്ള താക്കോലാണ് എന്ന് പറഞ്ഞത് ആരാണ്? ബേക്കർ ഏണസ്റ്റ് ആണ്. ബേക്കർ ഏണസ്റ്റ് ആണ് അത് താക്കോലാണ്, നമുക്ക് ഭരണഘടനയിലേക്ക് ചെല്ലാനുള്ള താക്കോലാണ് ആമുഖം എന്ന് പറഞ്ഞത്. അതാരായിരുന്നു? ബേക്കർ ഏണസ്റ്റ്. അതുപോലെ തന്നെ മറ്റുള്ളതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആത്മാവ് നെഹ്റു, രാഷ്ട്രീയ ജാതകം KM മുൻഷി, ഹൃദയം കൂടെ ചേർത്തപ്പോൾ, ആത്മാവിനൊപ്പം ഹൃദയം കൂടെ ചേർത്തപ്പോൾ അത് താക്കൂർദാസ് ഭാർഗവ്. NA പൽക്കിവാല എന്താ പറഞ്ഞത്? അത് തിരിച്ചറിയൽ കാർഡാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ താക്കോലാണ്, ഭരണഘടനയുടെ താക്കോലാണെന്ന് പറഞ്ഞത് ആരാണത്? അത് ബേക്കർ ഏണസ്റ്റ് ആണ്. ഇത്രയും വിശേഷണങ്ങൾ ആമുഖത്തിനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയുമാണ്, അതായത് ആമുഖത്തെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.